ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, ആരാ നിങ്ങള്? ഞാൻ സംവിധായകൻ. സാർ എന്നെ മറന്നുപോയി. സാറ് ബ്രഹ്മൻ സംവിധായകൻ. അപ്പൊ നമുക്ക് ഇവിടെ ഇത് ക്രോമയിലാണ് ഇത് ചെയ്യേണ്ടത്. മലേഷ്യയുടെ എല്ലാ ഇതും കിട്ടും. സാർ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഇവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത്. മലേഷ്യയിൽ പോയാൽ പോരെ? ഡീസലിന്റെ എത്ര പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാറ് സഹകരിച്ചിട്ടെന്നാൽ നമുക്ക് 1-2 സീൻ എടുക്കാനുണ്ട്. അപ്പം തുടങ്ങാമെന്നോ? നടിയുടെ നടി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സീൻ എടുത്താൻ കഴിയത്തില്ല സാർ. എന്നിട്ട് തുടങ്ങിയാൽ മതി. എന്നാ സാർ പരിചയപ്പെടണ്ടേ നായികയെ? ഇത്രയും പ്രായമായി എൻ്റെ സ്വഭാവം കണ്ടില്ല. ഗ്ലാസ്സെല്ലാം എന്തിനടി ഇരിക്കുന്നു? എന്ത് കാണാൻ? സ്ക്രിപ്റ്റ് നോക്കല്ലേ സാർ? നായകനെ പരിചയപ്പെടട്ടെ. അനുഗ്രഹം കാലിതൊട്ട് അനുഗ്രഹം മേടിച്ചു സാറിന്റെ. മനസ്സിലായില്ല. കാലിതൊട്ടേ സാറിന്റെ അനുഗ്രഹം മേടിച്ചോ? ഓക്കെ ഓക്കെ. അനുഗ്രഹിക്കണം അങ്കിൾ. അങ്കിൾ വിളിക്കണ്ട, യു ക്യാൻ കോൾ മീ കുഞ്ചു. ഇരിക്കൂ. എന്താ പേര്? മോഹിനി. മോഹിനി, നല്ല പേര്. അയാളെ ഒലിപ്പിക്കും അവിടെ ഇരുന്നിട്ട്. വീടെവിടെയാ? എറണാകുളം. എറണാകുളം. അതെ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്? അഭിനയിച്ചിട്ടുണ്ട്. സാർ കണ്ടിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. എന്റെ സിനിമകൾ കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എങ്ങനെയുണ്ട് എന്റെ അഭിനയം? അടിപൊളിയാണ് അല്ലേ? അതാണ് എന്റെ സിനിമയിൽ അഭിനയിച്ചാൽ നീ ഉടനെ ഹിറ്റാവും. എന്താ പഠിച്ചത്? ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓഹോ, ഞാൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. പിന്നെ ഡയറക്ടർ പലതും പറയും, അതൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞാൽ അത് കേട്ടാൽ മതി. ലേറ്റ് ആയി സാർ, നമുക്ക് ടൈമായി. നമുക്കത് നോക്കാം. ടൈമായ? ആ എന്നാ നോക്കാം. ഓക്കെ നോക്കാം. എല്ലാം സെറ്റ് ആയിക്കോട്ടെ പെട്ടെന്ന്. ഒന്ന് പിടിക്കണോ? നമുക്ക് പോവാം. നടിയുടെ കൈ പിടിക്കാൻ എന്നെ പിടിക്കണോ? അത് അറിയോ? മോഹിനി ഇങ്ങോട്ട് നിൽക്കൂ. വരും. എന്റെ അടുത്ത് നിൽക്കൂ. നീ അപ്പുറത്ത് നിൽക്കൂ. ഹരീഷ് ബാബ, ഹരീഷ് സാറിന് ചായ കൊടുക്കാൻ. സാറിന് ചായ കൊടുക്കാം. സാർ നമുക്ക് നോക്കാം. റൈറ്റ് ലെഗാണ് ഫസ്റ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, 1 2 3 4 ഇതാണ് ലാസ്റ്റ്. ഫസ്റ്റില് റൈറ്റ് ലെഗ് 1 2 3 4 കൈ സാർ, 4 കയ്യിലാണ്. അങ്ങനെയല്ല നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടേ 4 ഇങ്ങനെ കയ്യിലാണ് വരുന്നത്. ഈ ഒരു ഇതാണ്, അല്ല ഈ 2 കൈ ഒരു താൻ്റെ കാര്യം ഈ സ്റ്റെപ്പ് മാറ്റി വേറെ വല്ല കോച്ച് പിടിച്ച് ഓക്കെയാണോ സാർ? എടുത്ത് മാറ്റുമോ? റെഡിയാണോ സാർ? റെഡിയാണോ? റെഡി. ഓക്കെ, കൈ ഒന്ന് ഫ്രീ ആക്കി വേണം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. കൈ ഇങ്ങനെ മതി. മതി. എന്തൊരു ചൂടാടാ. ഈ വെയിലത്ത് പണിക്ക് പോണവന്മാരെ സമ്മതിക്കണോട്ടാ. പൊട്ടന്മാര്. വീട്ടിലിരുന്നൂടെ ഇവർക്കൊക്കെ അല്ലേ? വെറുതെ വെയിലത്ത് ഇറങ്ങില്ലടാ. വെറുതെ ഇരിക്കാൻ പറ്റണില്ല, ചുട്ടട്ടെ.
എങ്ങനെ ഈ ചൂടത്ത് പണിക്ക് പോണത്? നിന്റെ ഭാര്യ തൊഴിലുറപ്പിന് പോയില്ലേ? ആ ഓളെ ഞാൻ രാവിലെ തന്നെ പറഞ്ഞു വെച്ചു. ചേട്ടാ മിനിമം ഒരു 4 നേരമെങ്കിലും തിന്നണ്ടേ? ഒരാളെങ്കിലും മണിക്കുണ്ടേ? വേണം വേണം. അത് സാലടാ, സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലമല്ലേ. അവരെ പെരക്കാത്ത അടച്ചൊന്നും വെക്കണ്ട, അവര് പോയി പറക്കട്ടെ. തൊഴിലുറപ്പിൽ വരപ്പോ മീറ്റും കേസും ഒക്കെ. ആ പണിയെടുത്ത് തിന്നട്ടെന്നേ. പോട്ടെ, ആരോഗ്യം ഉണ്ടല്ലോ, നല്ല ആരോഗ്യമുണ്ട്. അല്ല നീ ഇപ്പൊ റീൽസ് ഒന്നും ചെയ്യണല്ലേ? റീൽസ് റീചാർജ് ചെയ്ത് തരും, കൃത്യമായിട്ട് റീചാർജ് ചെയ്ത് തരും. റീൽസ് ചെയ്യുന്നുണ്ട്. ഒരു വ്ളോഗ് തുടങ്ങിയാലോ എനിക്കൊരു ആലോചന. എന്ത് കാര്യത്തിന് ഇനി അതിലെന്തേലും പറയാൻ വേണ്ടിട്ട് നമുക്ക് കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ ചെയ്ത് നിക്കണ്ടേ? ആരെക്കൊണ്ട് പറ്റൂ ഇതൊക്കെ? നമ്മൾ എന്തെങ്കിലും ഒരു പണിയെടുത്തു നാട്ടുകാർക്കെങ്കിലും തോന്നല് വേണ്ടേ? എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. ഇവിടെ കുത്തിന് ആവിരുന്ന നിങ്ങൾ സംഗതി ഒന്നും അറിഞ്ഞിട്ടില്ല? ഇല്ല. അല്ല നമ്മളെ ഇവരില്ലേ രാഘവ കുഞ്ചു, സൂപ്പർ സ്റ്റാർ, പുള്ളി മരിച്ചു. അയ്യോ, എപ്പാ? ഇതാ വാട്സപ്പിലെ കംപ്ലീറ്റ് വാർത്തയല്ലേ? എവിടെ നോക്കട്ടെ. ഉണ്ടോ, രാഘവ കുഞ്ചു മരണപ്പെട്ടു. ഓ എന്തൊരു കഷ്ടമാണ്. നീ ഈ ഫോട്ടോ ഒന്ന് എന്റെ ഫോണിലിട്ടിട്ടെ, ഞാനേ ഫേസ്ബുക്കിലിടട്ടെ. റേഞ്ചിൽ അടക്കം ഒരു സെക്കൻഡ് തിരക്കാക്കല്ലേ. മഹാനടൻ രാഘവ് കുഞ്ചുവിന് ജന്മനാടിന്റെ ആദരാഞ്ജലി. കണ്ണീര് കുതിർന്ന പ്രണാമല്ലേ? അത് നീട്ടോ. എക്സ്പ്രസോ സുധാട്ടോ, സുധാട്ടോ വീടിക്കല്ല, ഇങ്ങോട്ട് വന്നേ. എന്തേ? ഒരു അത്യാവശ്യം ഉണ്ട്, വാ. എനിക്ക് വാർക്കപ്പണിയുണ്ട്. ഇങ്ങോട്ട് വാന്നേ. വാർക്കപ്പണിയുണ്ട്. ആ അതെ, അറിഞ്ഞ എന്തേ? നിങ്ങളുടെ ബാല്യകാല സുഹൃത്തില്ലേ സിനിമാ നടൻ രാഘവ് കുഞ്ചു, പുള്ളി മരിച്ചു. എപ്പോ? ഇപ്പൊ വാട്സപ്പിലെല്ലാം ഫുൾ ന്യൂസ് ആണ് വാർത്ത. രാഘവ കുഞ്ചു മരണപ്പെട്ടു. ഇതിപ്പോ ഞാൻ ഇട്ട പോസ്റ്റാണ്. നമ്മുടെ നാട്ടിലൊരു മഹാനടനല്ലേ, നിങ്ങളുടെ സുഹൃത്തല്ലേ? ഈ രാഘവ് കുഞ്ചുമായിട്ട് നിൽക്കണ ഫോട്ടോ എല്ലാം കയ്യിലിരിപ്പണ്ട. അത് സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ ഫോട്ടോ ആണ്, അത് തിരിച്ചറിയില്ല. ചെറുപ്പത്തിലെ ഫോട്ടോ ആണല്ലോ. നല്ലതുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യായിരുന്നു, നല്ല റീച്ച് ആയനെ. ഇപ്പൊ അടുത്തൊന്നും എടുത്തിട്ടില്ല നിങ്ങൾ ഫോട്ടോ? ഇപ്പൊ എറണാകുളത്തല്ലേ മൂപ്പര്, നമ്മൾ കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ അടുപ്പിക്കില്ല അവര് വലിയ ആൾക്കാരായിട്ട്.